ട്രൈപോഡ് ചുറ്റിയൊക്കെ അടിച്ച് ശരിയാക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉപ്പാക്ക് ന്യൂസ് ചാനൽ വെച്ച് കൊടുത്ത് ഉമ്മാനോട് ബൈ പറഞ്ഞ് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങി. എല്ലാ ഫ്രൈഡേയ്സും സ്ഥിരമായിട്ട് നടക്കുന്ന കലാപരിപാടിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന കടയിൽ മൊജിറ്റോസ് മാത്രം ഉള്ളതുകൊണ്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു 7up വാങ്ങി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ്. അതുകൊണ്ടാണ് കാർ എടുക്കാതെ 2 വീലറിന് ഹെൽമെറ്റ് പോലും വെക്കാതെ ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ പണി പാളി ഗൈസ്. നമ്മളെപ്പോഴും ലോഡഡ് ഫ്രൈസ് ആണ് അവിടെ ഓർഡർ ചെയ്യാറ്. അന്ന് ചെന്നപ്പോൾ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതിൻ്റെ പരിഭവമായിട്ട് അവളുടെ മുഖത്ത് കണ്ടത്. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ആ ഷോപ്പ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ പുതിയ ഷോപ്പ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയണ്ടായിരുന്നില്ല ടേസ്റ്റൊക്കെ. പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും സൈഡൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷവർമ്മ കഴിക്കുന്നത്. മറ്റ് ഷോപ്പുകളെ അപേക്ഷിച്ച് ഒരല്പം പൊടിക്ക് എരിവ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ മയോണീസും വേറൊരു ചട്നി, പിക്കിള്, സാലഡ് അങ്ങനെ ഒരുപാട് സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞു. അപ്പോൾ ഷോപ്പ് വരുന്നത് നമ്മുടെ പെരുമ്പാവൂർ 3 റൂട്ടിൽ ഒഫേ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കഫേയാണ്. പുറത്തിറങ്ങിയാൽ പിള്ളേർക്ക് ചോക്ലേറ്റ്സ് നിർബന്ധമാണ്. അതുകൊണ്ട് അവർക്ക് മിഠായി വാങ്ങിച്ചു. വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും പാഴ്സൽ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ കേട്ടോ ഷോപ്പ്. നിങ്ങൾ ഈ കാണുന്ന അത്രയും ദൂരം മാത്രമേ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളൂ കേട്ടോ. 2-3 ഷോപ്പ് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. അങ്ങനെ വീട്ടിലെത്തി ഉപ്പാക്കും ഉമ്മാക്കും ഫുഡൊക്കെ കൊടുത്ത് പിള്ളേർ മിഠായിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പിറ്റേ ദിവസം മദ്രസയിൽ ആനുവൽ എക്സാം ആണല്ലോ എന്ന്. അങ്ങനെ മോള് പടം വരച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്തു കേട്ടോ.